രാഷ്ട്രീയത്തിലേക്ക് എത്തിയ സാമ്പത്തിക വിദഗ്ധൻ എന്ന നിലയിൽ അദ്ദേഹം അത്രത്തോളം ഇന്ത്യയെ മുന്നോട്ട് നയിച്ചു എന്നുള്ളതാണ്. റിസർവ് ബാങ്ക് ഗവർണറും പ്ലാനിംഗ് കമ്മീഷൻ ഉപാധ്യക്ഷനുമായി സാമ്പത്തിക രംഗത്ത് കഴിവ് തെളിയിച്ച ശേഷമാണ് മൻമോഹൻ സിംഗിന്റെ രാഷ്ട്രീയ പ്രവേശം. ഇന്ത്യയുടെ ഗതി മാറ്റിയ സാമ്പത്തിക ഉദാരവൽക്കരണ ശില്പിയെന്ന് മൻമോഹൻ സിംഗ് 10 വർഷക്കാലം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു. The changes in trade policy introduced last year have eliminated the differential incentive for export at higher stages of manufacture. While a uniform pattern of incentive is generally to be preferred, there is a case for introducing some disincentive for export of certain primary products where the same product can be easily exported in value-added form. മുൻ പ്രധാനമന്ത്രി എന്നതിലുപരി ഇന്ത്യൻ സാമ്പത്തിക ഉദാരവൽക്കരണത്തിന്റെ ശില്പി എന്നാകും ചരിത്രം ഡോക്ടർ മൻമോഹൻ സിംഗ് എന്ന പേരിനൊപ്പം രേഖപ്പെടുത്തുക. റിസർവ് ബാങ്ക് ഗവർണറിൽ നിന്ന് ധനമന്ത്രി സ്ഥാനം, പിന്നീട് പ്രധാനമന്ത്രി. ജവഹർലാൽ നെഹ്റുവിനും ഇന്ദിരാഗാന്ധിക്കും ശേഷം ഭരണകാലാവധി പൂർത്തിയാക്കി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ പ്രധാനമന്ത്രി. I, Manmohan Singh, do swear in the name of God that I will bear true faith and allegiance to the Constitution of India. പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ ഒപ്പമുണ്ടായിരുന്ന സഞ്ജയ് ബാരു മൻമോഹൻ സിംഗിനെ വിശേഷിപ്പിച്ചത് ആക്സിഡന്റൽ പ്രൈം മിനിസ്റ്റർ എന്നാണ്. 1991 നരസിംഹറാവു മന്ത്രിസഭയിലേക്ക് മൻമോഹൻ സിംഗിന് വിളിയെത്തുന്നതും പിന്നീട് 2004 പ്രധാനമന്ത്രി പദത്തിലെത്തുന്നതും ആകസ്മികമായി തന്നെ. രാജ്യം സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന കാലത്തായിരുന്നു ധനമന്ത്രി സ്ഥാനത്തേക്കുള്ള റാവുവിന്റെ വിളി. രാജ്യത്തിന്റെ കടം കുന്നുകൂടുകയും ചുരുക്കം ചില ആഴ്ചകൾ മാത്രം കടന്നുപോകാനുള്ള വിദേശ നാണ്യം മാത്രം ബാക്കിയാകുകയും ചെയ്ത കാലം. അതുവരെ തുടർന്നു വന്ന സാമ്പത്തിക നയങ്ങളുടെ ഘടന തന്നെ മാറ്റി മൻമോഹൻ സിംഗ്. പരിഷ്കാരങ്ങൾ ഘട്ടം ഘട്ടമായി പ്രഖ്യാപിക്കാൻ തുടങ്ങി. രൂപയുടെ മൂല്യം കുറച്ചു. ഇന്ത്യയുടെ സാമ്പത്തിക ചരിത്രത്തിൽ മാറ്റങ്ങൾക്ക് വഴിവെച്ച ബജറ്റ് മൻമോഹൻ സിംഗ് അവതരിപ്പിച്ചു. വ്യാവസായിക ലൈസൻസ് ഇല്ലാതാക്കി. വിദേശ നിക്ഷേപം പ്രോത്സാഹിപ്പിച്ചു. ഒരു വശത്ത് കടുത്ത വിമർശനം നേരിട്ടപ്പോഴും സർക്കാർ പരിഷ്കരണ നടപടികളുമായി മുന്നോട്ടു പോയി. അതാണ് ഇന്ന് കാണുന്ന ഇന്ത്യയിലേക്കുള്ള ചുവടുവെപ്പ്. Our economy, polity and society have to be made extraordinarily resilient and alert if we are to take full advantage of the opportunities and to minimize the risks associated with the increasing globalization of economic processes. കോൺഗ്രസ് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി 2004 ഉൾവിളി അനുസരിക്കുന്നുവെന്ന് പ്രഖ്യാപിച്ച സോണിയാഗാന്ധി പ്രധാനമന്ത്രി പദം നിരസിച്ചപ്പോൾ പദവി ഏൽപ്പിച്ചത് ഗാന്ധി കുടുംബത്തിന്റെ വിശ്വസ്തനായ മൻമോഹൻ സിംഗിനെ. പൊതുമിനിമം പരിപാടി അനുസരിച്ചുള്ള ഭരണം, അതിന് ഇടതുപക്ഷത്തിന്റെ പുറമേ നിന്നുള്ള പിന്തുണ, രാജ്യത്തെ ഗ്രാമീണ ജനതയുടെ ജീവിത നിലവാരമുയർത്തിയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയായിരുന്നു UPA-യുടെ തുടർഭരണത്തിന് വഴിവെട്ടിയത്. നിശബ്ദനായ പ്രധാനമന്ത്രി എന്നായിരുന്നു മൻമോഹൻ സിംഗിനെതിരായ എതിരാളികളുടെ വിമർശനം. പക്ഷെ അധികാരം ഒഴിയുന്നതിന് മുൻപ് മൻമോഹൻ സിംഗ് മാധ്യമങ്ങളെ അഭിമുഖീകരിച്ചു. ചോദ്യങ്ങൾക്ക് മൻമോഹൻ സിംഗിന് ഉത്തരമുണ്ടായിരുന്നു. Honestly believe that history will be kinder to me than the contemporary media or for that matter the opposition parties in parliament. രാജ്യം ഞെട്ടിയ നോട്ട് നിരോധന കാലത്ത് മൻമോഹൻ സിംഗിന്റെ വാക്കുകൾക്ക് ജനം കാതോർത്തു. നോട്ട് നിരോധനം സംഘടിത കൊള്ളയെന്ന് മൻമോഹൻ തുറന്നടിച്ചു. 3 പതിറ്റാണ്ടിലധികം നീണ്ട പാർലമെന്ററി ജീവിതത്തിന്റെ അവസാനം ഡൽഹി ബില്ലിന്റെ വോട്ടെടുപ്പിൽ പങ്കെടുക്കാൻ മൻമോഹൻ സിംഗ് സഭയിലെത്തിയത് വീൽ ചെയറിലായിരുന്നു. പ്രധാനമന്ത്രി ഉൾപ്പെടെ ഭരണപക്ഷം പോലും അതിനെ കൈയടിച്ചു. 92 വയസ്സിൽ മൻമോഹൻ സിംഗ് വിട പറയുമ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ സൗമ്യമുഖം കൂടിയാണ് മായുന്നത്. ER രാഗേഷ്, News 18.